ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ടെത്തിയ ദൃശ്യം 3 എന്തൊക്കെയാണെങ്കിലും ക്ലാസിക് ക്രിമിനൽ ജോർജ് കുട്ടി വീണ്ടും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയിരിക്കുകയാണ്. പടത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് കിട്ടി വരുന്നതെങ്കിലും എന്തൊക്കെയാണെങ്കിലും പടത്തിന്റെ കളക്ഷനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇപ്പൊ തന്നെ ഏകദേശം 190 കോടി രൂപയോളം ഈ ഒരു പടം ഇപ്പൊ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 കോടി 350 കോടി രൂപയോളം ഈ ഒരു പടത്തിന്റെ കളക്ഷൻ എന്തൊക്കെയാണെങ്കിലും ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പടം ഇപ്പൊ തിയേറ്ററുകളിൽ ഇത്രയും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് 1 അവർ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് 10,000-ലധികം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പടത്തിന് ഒരു സമ്മിശ്ര അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പടത്തിലെ പല സിറ്റുവേഷൻസും പല ഭാഗങ്ങളും ജനങ്ങൾക്ക് അധികം അങ്ങോട്ട് കണക്ട് ആയിട്ടില്ല. കൂടുതലും ഇമോഷണൽ കണക്ഷനോട് കൂടിയാണ് ഈ ഒരു പടം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പടത്തിന്റെ ക്ലൈമാക്സ് ആണ് കൂടുതൽ പേർക്കും ഈ ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു വരുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ദൃശ്യം 3 പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് എത്ര രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ദൃശ്യം 3 സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ന്യൂസുകളും വരുന്ന ഗൂഗിൾ സൈറ്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ശാന്തി മായാദേവിയാണ്. ഈ ഒരു സിനിമയിൽ അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന ശാന്തി മായാദേവി ഏകദേശം 15 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഞാൻ രണ്ടാമത്തെ പേര് പറയുന്നത് ഈ ഒരു സിനിമയിൽ പോലീസ് കഥാപാത്രം ചെയ്യുന്ന മുരളി ഗോപി ഏകദേശം 35 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് ഈ ഒരു സിനിമയിലെ സസ്പെൻസ് എൻട്രി തന്ന നമ്മുടെ സഹദേവൻ കലാഭവൻ ഷാജോൺ ഏകദേശം 35 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് ആശാ ശരത്താണ്. ആശാ ശരത്ത് ഏകദേശം 60 ലക്ഷം രൂപയാണ് ഗീത പ്രഭാകർ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് സിദ്ദിഖാണ്. സിദ്ദിഖ് ഏകദേശം 50 ലക്ഷം രൂപയാണ് തന്റെ പ്രഭാകർ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഇസ്താർ അനിലാണ്. ലാലേട്ടന്റെ ഇളയ മകളായിട്ട് അഭിനയിക്കാനായിട്ട് 35 ലക്ഷം രൂപയാണ് പുള്ളിക്കാരത്തി ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ലാലേട്ടന്റെ മൂത്ത മകളായിട്ട് അഭിനയിക്കുന്ന അൻസിബ ഹസൻ ഏകദേശം 50 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മീന, ലാലേട്ടന്റെ സ്വന്തം ഭാര്യയായിട്ട് അഭിനയിക്കുന്ന മീന ഏകദേശം 1 കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് റാണി എന്ന് പറയുന്ന തന്റെ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ദാദാസാഹിബ് അവാർഡ് വിന്നർ നമ്മുടെ സ്വന്തം ജോർജ് കുട്ടി, നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ നിന്ന് 16 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരും ആയതുകൊണ്ട് തന്നെ റെക്കോർഡിക്കലി ലാലേട്ടന്റെ സാലറി 16 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനം പറയുന്നത് ഈ ഒരു സിനിമ പടച്ചു വിട്ട പടച്ചോൻ നമ്മുടെ ജിത്തു ജോസഫ് ഏകദേശം 7 കോടി രൂപയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ദൃശ്യം 3 സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ള എമൗണ്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ സമ്മിശ്ര അഭിപ്രായമാണ് നേടി വരുന്നതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ഈ ഒരു സിനിമ കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ ഫ്രാഞ്ചൈസി തന്നെ 1ഉം 2ഉം ഭാഗങ്ങൾ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. 3 ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ ആവാനായിട്ട് പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസി ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ജനങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണും. അതിന്റെ ആ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ഒരു കളക്ഷനെ തീർച്ചയായിട്ടും നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ ഓപ്പോസ് ചെയ്തുകൊണ്ട് കാട്ടാളൻ, അതിരടി എന്ന് പറയുന്ന ഒത്തിരി സിനിമകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ തട്ടെപ്പോഴും താണു തന്നെ ഇരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്